എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നാളികേരമൊന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒഴിച്ചുകറിയാണ് ഇന്നത്തെ റെസിപ്പി. നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറിയും ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് വിഭവങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു തോരനോ മെഴുക്കുപുരട്ടിയോ പിന്നെ ഈ ഒരു കറി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഇന്ന് നമ്മൾ കറി തയ്യാറാക്കിയെടുക്കുന്നത് ചേമ്പ് കൊണ്ടാണ്. ചേമ്പ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. വലിയ ചേമ്പും ഉണ്ട്, ചെറിയ ചേമ്പും ഉണ്ട്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ചേമ്പാണ്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചേമ്പ് കൊണ്ടും നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒരു മൺചട്ടിക്കകത്തേക്ക് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞോളൂ. ചേമ്പൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പച്ചമുളക്. അതുപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണേ. സവാള എടുത്താലും നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കുക. ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിങ്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനി നിങ്ങൾ കുക്കറിലാണ് തയ്യാറാക്കണമെങ്കിലും കുക്കറിനകത്തേക്ക് പുളിവെള്ളം ചേർത്തിട്ട് ഒരു വിസിൽ അത്രയും വേണ്ടി വരുള്ളൂ. ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. വേണമെച്ചാൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. തിളയ്ക്കണ്ട, ചെറിയൊരു ചൂട് വന്നു കഴിയുമ്പം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ചേമ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെന്തങ്ങ് കലങ്ങി പോകരുത് കേട്ടോ. കഷ്ണം നമുക്ക് കഴിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട്. ചേമ്പൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മൺചട്ടി ഞാൻ സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ മൺചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർക്കുക. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളി അത്യാവശ്യം നല്ലപോലെ എടുത്തോളൂ. ഇതിപ്പോൾ ഒരു 25ഓളം ചെറിയുള്ളി ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. സവാള എടുക്കാതിരിക്കുക കേട്ടോ നല്ലത്. ഈ പുളിങ്കറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി തന്നെ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. നമ്മുടെ ചാനലിൽ ചേമ്പ് കൊണ്ട് ഇതിന് മുൻപും ഞാൻ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി നല്ലപോലെ വഴണ്ടി വന്നു കഴിയുമ്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി 1/4 ടീസ്പൂണിലും താഴെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ വരെ ആവാം. ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും മുന്നിട്ട് നിൽക്കരുത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളി. നമ്മൾ വാളംപുളി ചേർത്തതാണ്. അതുകൊണ്ട് തക്കാളിയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് തക്കാളി ചേർക്കണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. പക്ഷേ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഈ കറിക്ക് കിട്ടുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ തക്കാളിക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റായി കിട്ടും. അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പുണ്ടല്ലോ, ചേമ്പും അത് വേവിച്ച ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് നമ്മൾ ചേമ്പ് വേവിച്ചെടുക്കുക വെച്ചാൽ പിന്നീട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി കുക്കറിലൊക്കെ വെക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ചേമ്പൊക്കെ അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. 2 മിനിറ്റ് അത്രയും മാത്രം മതി. ഈ ഒരു സമയം കൊണ്ട് ആ ചേമ്പിലേക്ക് നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും. വളരെ സ്വാദോട് കൂടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. നാളികേരമൊന്നും അരച്ച് ചേർക്കുകയൊന്നും വേണ്ട. പെട്ടെന്നൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പതിവുണ്ട്. തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.